ഹലോ ഗെയ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഒരു ഡിസൈനുള്ള വാട്ടർ ബോട്ടിൽ എന്നിട്ട് ഈ പോലെ കിടക്കുന്ന കണ്ടല്ലോ, ആ സൈഡിൽ കൂടെ തന്നെ നമ്മൾ കത്രിക വെച്ച് ഇങ്ങനെ കട്ട് ചെയ്യുന്നപ്പോൾ നല്ല കൃത്യമായിട്ട് കട്ട് ചെയ്ത് പോകാൻ എളുപ്പമുണ്ട്. കണ്ടോ, പോലെ ഒരു ഓവൽ ഷേപ്പൊക്കെ കണ്ടോ, അതുപോലത്തെ കുപ്പികൾ എടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. എന്നിട്ട് നമ്മൾ കൃത്യമായിട്ട് കട്ട് ചെയ്തെടുക്കുന്നപ്പോൾ നല്ല ഷേപ്പ് കിട്ടുവേ. അപ്പം ആദ്യം തന്നെ പറയട്ടെ, നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ്. കണ്ടോ, ഒരു നല്ല രസത്തെ ടോപ്പ് ഭാഗം കണ്ടോ, നല്ല രസമില്ല. അതുപോലെ 2-3 കുപ്പികൾ എടുക്കണം. ഡിസൈനുള്ള പേപ്പറുകൾ ഏത് കളർ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ ഈ കളറാണ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. ഞാൻ ചെയ്യുന്ന പോലെ തന്നെ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക. 1 ഇഞ്ച് നീളത്തിൽ ഞാനിങ്ങനെ എടുത്തു. എന്നിട്ട് മണ്ടവശമൊക്കെ അടിവശമൊക്കെ ഒട്ടിച്ചെടുക്കണം. നമ്മുടെ ഈ പശയുള്ള പേപ്പറാണ് എടുത്തത്. അത് എളുപ്പമുണ്ട് പണി നടത്താൻ. എല്ലാവരും ശ്രദ്ധിക്കുക, നല്ലപോലെ ചെയ്യുക. ഫ്ലവർ വൈസുകൾ ഉണ്ടാക്കുക. ഞാൻ ഇഷ്ടംപോലെ വീഡിയോകൾ ഇടാൻ ശ്രമിക്കാറുണ്ട്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ആ ഓവൽ ഷേപ്പിൽ കൂടെ തന്നെ നിങ്ങൾ ഒട്ടിച്ച് കഴിയുമ്പോൾ വേറൊരു മാഗ്നറ്റിക് എന്നാ പറയേണ്ടത്, ഒരു പ്രത്യേക അനുഭൂതിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അത് വെച്ച് കഴിയുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ പണി ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ തൃപ്തി അറിയത്തുള്ളൂ. അതെല്ലാവരും ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതങ്ങനെ മിച്ചമുള്ള ഭാഗം കട്ട് ചെയ്തെടുത്തു. അങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? എന്നിട്ട് ഗ്ലൂ ഗണ്ണ് നമ്മുടെ ഒരു മെയിൻ ഘടകമാണ്. എപ്പോഴും ഗ്ലൂ ഗൺ ഉപയോഗിക്കുകയാണ്. നല്ല വൃത്തിക്ക് വിരിക്കും, നല്ല ഒട്ടാനുമൊക്കെ ഒരുപോലെ ഇരിക്കും. മറ്റേതങ്ങനെ പശ നമുക്കിങ്ങനെ പൊളിച്ചെടുക്കാം. എന്നിട്ട് അതിൻ്റെ ഇച്ചിരി ഒരു 1/4 ഇഞ്ച് താത്ത് വെച്ച് വീണ്ടും ആ ഒരു വെട്ടുണ്ടല്ലോ, ഒരു ഡിസൈനുള്ള കുപ്പികൾ എടുക്കുകയാണെങ്കിൽ കൂടുതൽ ഭംഗിക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. ചേർത്തൊട്ടിച്ച ശേഷം അവിടെ വീണ്ടും നമ്മൾ എന്നാ ഇന്ന് എപ്പോഴും ചെയ്യുന്ന പോലെ കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. കട്ട് ചെയ്ത് മാറ്റി അടിപൊളിയായി നല്ല വേറൊരു രീതിയിലോട്ടായില്ല. എന്നിട്ട് നമ്മുടെ ഗ്ലൂ അപ്ലൈ ചെയ്യുക, തന്നെ പോകാതെയൊക്കെ ഒരുപോലെ ഇരിക്കാൻ വേണ്ടി. അപ്പോൾ അത് ഒട്ടിച്ചു. പിന്നെ അതിൻ്റെ അടപ്പിൻ്റെ ഭാഗം നമ്മളിങ്ങനെ ഒരേ രീതിയിൽ കവർ ചെയ്ത് മാറ്റുകയാണ്. എന്നിട്ട് അവിടെയും ഗ്ലൂ വെച്ച് കട്ട് ചെയ്തിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യണം. എല്ലാവരും ശ്രദ്ധിച്ച് കാണണേ. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ എല്ലാവരും ശ്രദ്ധിക്കണേ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കണം. നല്ല ഭംഗിയില്ലേ കാണാൻ? അതുപോലെ തന്നെ 3 എണ്ണം ഞാൻ ഉണ്ടാക്കിയെടുത്തു. അവിടെ ഒരേ രീതിയിൽ 3 എണ്ണം. അതിനുശേഷം അതിൻ്റെ സെൻറ്റർ കണ്ട് കാർഡ്ബോർഡ് വെക്കുക ഏകദേശം. എന്നിട്ട് ഓവർ ഷേപ്പിൽ റൗണ്ട് ചെയ്തെടുക്കണം. ഏകദേശം അളവെടുക്കുകയാണ്. എന്നിട്ട് റൗണ്ട് ചെയ്യുകയാണ്. കണ്ടോ, റൗണ്ട് ചെയ്തെടുത്തു. അതിനും പാരലായിട്ട് അത് മുട്ടിച്ച് വേണം റൗണ്ട് ചെയ്തെടുക്കാനേ. ഇങ്ങേ സൈഡും റൗണ്ട് ചെയ്തു. 3 സൈഡിൽ നമ്മൾ വട്ടം വലിച്ചെടുത്തു. കണ്ടല്ലോ, പടം കണ്ടല്ലോ, എല്ലാം ഒന്നിനൊന്ന് അനുപൂർവങ്ങളാകുന്ന പോലെ നമ്മൾ. എന്നിട്ട് അത് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് അടിവശത്തൊരു റോസ് പേപ്പർ ഒട്ടിച്ചു. ഗ്ലൂ അപ്ലൈ ചെയ്തു. ഗ്ലൂ അപ്ലൈ ചെയ്ത ശേഷം ഗ്ലൂ അപ്ലൈ ചെയ്തു. കട്ട് ചെയ്തു. എല്ലാം നിങ്ങൾ ആക്യുറസി ആയിട്ട് ചെയ്യണം, നല്ല കൃത്യമായിട്ട് ചെയ്യണം. അങ്ങനെ എല്ലാ സൈഡും നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നല്ല റോസ് ഏത് കളർ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ.
സ്റ്റിക്കേഴ്സ്. ആ റോസ് കളർ വേണമെന്ന് തന്നെയൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് അപ്ലൈ ചെയ്യുക. എന്നിട്ട് ആ സൈഡിൽ കൂടെ, കാർഡ്ബോർഡിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തു. എന്നിട്ട് ആ നമ്മൾ മുറിച്ച സ്റ്റിക്കർ പേപ്പർ ഒട്ടിച്ചു വെച്ചു, ചുറ്റും ഒട്ടിച്ചു. മുറിഞ്ഞു പോയാലൊന്നും സാരമില്ല കേട്ടോ, അതന്നെ ഇത് ഒട്ടിച്ചൊട്ടിച്ച് അതിൻ്റെ ബാക്കി തീർക്കാന്നേ ഉള്ളൂ. ഒട്ടിച്ച് വെച്ചു, ഗ്ലൂ അപ്ലൈ ചെയ്തു. വീണ്ടും അടുത്ത സ്റ്റിക്ക് ഒട്ടിച്ചു. എന്നിട്ട് 3ൻ്റെ സെൻറ്ററായിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുകയാണ്. ഗ്ലൂ അപ്ലൈ ചെയ്തു. മൂന്ന് ഒട്ടിച്ച് വെച്ച് ഒരേ രീതിയിലിരിക്കുന്ന 3 കുപ്പികൾ നമ്മൾ കട്ട് ചെയ്ത് നല്ല ഡെക്കറേറ്റഡ് ആയിട്ട് അലങ്കരിച്ച് ഒരുപോലെ വെച്ചു. എല്ലായിടത്തും പശ ചേർത്ത് ഒട്ടിച്ച് വെക്കുകയാണ്. നല്ല റോസാപ്പൂവ് ഇലകൾ എല്ലാം നമ്മൾ കട്ട് ചെയ്തു. ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒട്ടിച്ചെടുക്കുകയാണ്. ഇലകൾ, പൂവുകൾ അതിൻ്റെ അകത്ത് കുത്തിവെച്ചു, പുറമെ ഒട്ടിച്ചു. പശ തേച്ചെടുക്കുകയാണ്, അല്ലെങ്കിൽ ബലമില്ല. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പശ തേച്ച് ഒരു ആകൃതിയാക്കി എടുത്തു, ഒട്ടിച്ചു വെച്ചു. നല്ല ഭംഗിയില്ലെങ്കിൽ ഇപ്പം കാണുമ്പം തന്നെ ഇങ്ങേ സൈഡും അങ്ങനെ ഒട്ടിച്ച് നടുക്കൂടെ ഒരെണ്ണം വെച്ച് നോക്കാം. ഇനി ഉണ്ടെന്നറിയാലോ, പരീക്ഷണമല്ലേ, ജീവിതം തന്നെ പരീക്ഷണമാണ്. അപ്പം നമ്മൾ പരീക്ഷിച്ചെടുക്കുകയാണ്. അവിടെ ഒന്നുകൂടെ പശ തേച്ചു, എന്നിട്ട് സെൻറ്ററായിട്ടൊരെണ്ണം അങ്ങ് കൊടുത്തു. എന്താ അടിപൊളിയല്ലേ? ഹായ്, അടിപൊളി, ഫാന്റാസ്റ്റിക്. എങ്ങനെയുണ്ട്? അടിപൊളി. നേരെ ആ 3 സൈഡിലും നമുക്ക് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
എല്ലാവർക്കും ബായ്.